മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ 21 ആം ആദ്മി പാർട്ടി എംഎൽഎമാർക്കെതിരെ ദില്ലി പോലീസ് കുറ്റപത്രം തയ്യാറാക്കുന്നു. പീഡനം, സംഘം ചേർന്ന് മർദ്ദിക്കൽ എന്നിവയിലും വിവിധ രാഷ്ട്രീയ കേസുകളിലുമായാണ് കുറ്റപത്രം. നടപടികൾ അവസാന ഘട്ടത്തിലാണെന്ന് ദില്ലി പോലീസ് അറിയിച്ചു. അഴിമതി വിരുദ്ധ പ്രതിച്ഛായ നിലനിർത്താൻ പാടുപെടുന്ന ആം ആദ്മി പാർട്ടിയെ പ്രതിരോധത്തിലാക്കി എംഎൽഎമാർക്കെതിരെ 24 കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് ദില്ലി പോലീസ് ഒരുങ്ങുന്നത്. വ്യാജബിരുദ്ധ കേസിൽ മുൻ നിയമമന്ത്രി ജിതേന്ദ്ര സിംഗ് തോമറിന്റെ അറസ്റ്റും ഗാർഹിക പീഡന കേസിൽ സോംനാഥ് ഭാരതിക്കെതിരെ ഉയർന്ന പരാതിയും ആം ആദ്മി പാർട്ടിയെ ചെറുതായൊന്നുമല്ല വെട്ടിലാക്കിയത്. ഇതിനു പിന്നാലെയാണ് 21 എംഎൽഎമാർക്കെതിരെ കുറ്റപത്രം അവസാന ഘട്ടത്തിലാണെന്ന ദില്ലി പോലീസിന്റെ വെളിപ്പെടുത്തൽ. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ 6 കേസുകൾ നിലവിലുണ്ട്. രാഷ്ട്രീയ കേസുകളാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉള്ളതെങ്കിൽ മറ്റു പല എംഎൽഎമാരുടെയും കാര്യം തികച്ചും വ്യത്യസ്തം. പീഡനം, സംഘം ചേർന്ന് മർദ്ദിക്കൽ, അനുവദിച്ചതും കൂടുതൽ മദ്യം കൈവശം വയ്ക്കൽ തുടങ്ങിയ കേസുകളാണ് പല എംഎൽഎമാർക്കുമെതിരെയും ഉള്ളത്. പോണ്ട്ലി എംഎൽഎ മനോജ് കുമാറിനെതിരെയാണ് പീഡന കേസുള്ളത്. നിയമസഭാ സ്പീക്കർ രാം നരേഷ് ഗോയൽ സംഘം ചേർന്ന് മർദ്ദിച്ച കേസിലും ദില്ലി AKG ഭവൻ ആക്രമണ കേസിലും പ്രതിയാണ്. അനധികൃത നിർമ്മാണം പൊളിക്കാനെത്തിയ നഗരസഭാ ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്ത കേസാണ് ജർണൈൽ സിംഗിനെതിരെയുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വീട്ടിൽ നിന്നും 2000 ലിറ്റർ മദ്യക്കുപ്പികൾ പിടിച്ചതാണ് നരേഷ് ബല്യാന് തലവേദനയാകുന്നത്. ആം ആദ്മി എംഎൽഎമാർക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുന്നതോടെ ദില്ലി പോലീസ് സർക്കാർ ബന്ധം കൂടുതൽ വഷളാകും. റിപ്പോർട്ടർ, ദില്ലി.